അധിപതി ചുറ്റിക്കാതെ പോകേണം അടിമുടി തെറ്റില്ലാതെ പതിയേണ്ട ജനവിധി നോട്ടം വേണം ചീട്ടാണ് പ്രതിവിധി വട്ടം ചുറ്റുമല്ലെങ്കിൽ. ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കൊട്ടിക്കലാശത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് എവിടാന്നറിയോ? എവിടെയാ? നമ്മളൊരു ട്രക്കിന്റെ മുകളിലാണ്. ആ ട്രക്ക് ഉരുളുന്നത് പോലെ തന്നെ നോക്ക്, നമ്മുടെ AR/VR ടീം തയ്യാറാക്കിയ ഒരു കൂറ്റൻ തെരഞ്ഞെടുപ്പ് ട്രക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. കൊട്ടിക്കലാശത്തിൽ ഇതിനേക്കാൾ വലിയ ട്രക്കും ട്രെയിനും ട്രക്കാണ്. ബസ് ഇറങ്ങി ട്രക്കിലേക്ക്, ബസ്സിൽ നിന്ന് ട്രക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ട്രക്കും ട്രാക്കും ഒക്കെ ഞാൻ പറയാനൊരു കാരണമുണ്ട്. എന്തൊക്കെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയം? ട്രോളുകളായി മാറിയത് എന്തൊക്കെയാണ്? ട്രോളി മുതൽ അങ്ങോട്ട് തുടങ്ങിയതാണ്. അങ്ങനെ നിരവധി വിഷയങ്ങൾ, കള്ളപ്പണം, കുതികാൽവെട്ട്, അങ്ങനെ കോക്കസ്, നെക്സസ്, നോമിനി, ക്രിസ്റ്റൽ ക്ലിയർ, കോംറേഡ്, ഇതെല്ലാം കേട്ട് കഴിഞ്ഞു. അവസാനത്തെ ചാട്ടം ദാ ഇപ്പോൾ ഭാസിച്ചേട്ടനും ചാടിയിരിക്കുകയാണ്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മാഡം. തീർച്ചയായും കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഹുക്ക് വേർഡ്സ് ആണ് ഇതൊക്കെ. മലയാള സിനിമയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ലൊക്കേഷൻ കഴിഞ്ഞ ഒരു മാസം സാക്ഷിയായത് പൊളിറ്റിക്കൽ ത്രില്ലറിനാണ്. കേരളത്തിലെ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലും കാണാത്ത തരത്തിലുള്ള അത്ര വീറും വാശിയുമായിരുന്നു. ഒരു ഷേക്ക് ഹാൻഡ് പോലും ഒന്നാം തലക്കെട്ടായ ഉപതെരഞ്ഞെടുപ്പ്. നട്ടുച്ചയെന്നോ പാതിരാത്രിയെന്നോ വ്യത്യാസമില്ലാതെ അന്തർനാടകങ്ങളാണ് നടന്നത്. തീർച്ചയായും പോലീസ് വന്നു, ആംബുലൻസ്, അങ്ങനെ പല പല വിവാദങ്ങളാണ് നമ്മൾ കണ്ടത്. അങ്ങനെ കൊട്ടിക്കയറിയ ഒരു ത്രില്ലറാണ്. സിനിമയ്ക്ക് ഇഷ്ടമല്ലേ? പിന്നെ അപ്പൊ ആ ഒരു ത്രില്ലറിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴേക്കും അവസാന സീനുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചകപുക എന്നാണ് പോകുന്നത്. പൊട്ടിത്തിരികയാണ് അപ്പോൾ പാലക്കാട്. ഇന്ന് 6 മണിക്ക് ശേഷം കണക്കുകൂട്ടലുകളുടെ പഴുതടക്കലുടെ രാവും നിശബ്ദമാകുന്ന പകലുമാണ് ഇനിയത്തെ മണിക്കൂറുകൾ. അതിനു മുമ്പുള്ള 4 മണിക്കൂർ പാലക്കാട് കൊട്ടിത്തീർക്കുകയാണ്. അതിന് വർണ്ണമേകി റിപ്പോർട്ടറിന്റെ മെഗാ കവറേജ് ഇതാ ഇപ്പോൾ മുതൽ നിങ്ങളിലേക്ക് എത്തുകയാണ്. So hold your seats for the complete election coverage on the complete election channel reporter. പാലക്കാടൻ കൊട്ടിക്കലാശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എനിക്കൊപ്പം റിപ്പോർട്ടറിന്റെ എഡിറ്റോറിയൽ ടീം, എഡിറ്റോറിയൽ ടീം നിൽക്കുകയാണ്. നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട്, ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ, നമ്മുടെ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ പാലക്കാടിന്റെ ചൂടുമായി കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഗ്രൗണ്ട് സീറോ കവറേജുമായി നമ്മുടെ റിപ്പോർട്ടറിന്റെ സൈന്യം, നമ്മുടെ ആർമി, നമ്മുടെ വാർത്താ സംഘം തയ്യാറായി നിൽക്കുകയാണ്. ആ ടീമിനെ നയിക്കുന്നത് മറ്റാരുമല്ല, പ്രേക്ഷകരുടെ പ്രിയതാരം ആർ റോഷിപാൽ. ഒപ്പമുണ്ട് സാനിയോ മനോമിയുണ്ട്, ദീപക് മലയമ്മ, VS രഞ്ജിത്ത്, സിനോജ് തോമസ്, സായികുമാർ, അഷ്കർ അലി, ഇക്ബാൽ അർക്കിൽ എന്നിവരുമുണ്ട് തത്സമയം. തീർച്ചയായും നമുക്കപ്പോ നമ്മുടെ ആർമിയെ ഒന്ന് ഡിസ്പ്ലേ ചെയ്താലോ? ഗ്രൗണ്ട് സീറോയിൽ നിന്ന് നമ്മുടെ ടീം ഇതാ തയ്യാറാണ്. അൺമാച്ച്ഡ് കവറേജ്. ഇത് മൂന്നിലംഗം പൊടിപാറുമംഗം ഇടനെഞ്ച് തൊട്ട് പടവാളിൻ തീയാകാം അടിതട തീർക്കാം പാടാം മുന്നേറാം ഞൊടിയുടെ പോലും. അപ്പോൾ നമ്മൾ തുടങ്ങാല്ലേ? നമ്മുടെ ടീം റെഡിയാണ്. നമുക്ക് തുടങ്ങാനായിട്ടുള്ള എല്ലാം പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ തയ്യാറാണ്. തുടങ്ങുമല്ലേ സാർ? പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം തീപാർന്ന പോരാട്ടമാണ്. പൂത്തിരി കത്തിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ. പാലക്കാടിന്റെ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത്, ഓരോ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ഒരു നിലനിൽപ്പിന്റെ കേരള രാഷ്ട്രീയത്തിൽ അവർക്ക് ഇനിയുള്ള നാളുകൾ എത്രത്തോളം പ്രധാനമാണെന്നതിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നടക്കാൻ പോകുന്നത്. അല്ലെ, BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സീറ്റ് കിട്ടേണ്ട തെരഞ്ഞെടുപ്പ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീറ്റ് നിലനിർത്തേണ്ട തെരഞ്ഞെടുപ്പ്, CPM-നെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് പിടിച്ചെടുക്കേണ്ട തെരഞ്ഞെടുപ്പ്, നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനം ഉറപ്പിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. പല കാരണങ്ങളാൽ ഈ തെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അങ്ങേറ്റം രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഒരു കാര്യം, ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല. ആ തിരഞ്ഞെടുപ്പിന്റെ ഫലം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സംസ്ഥാന വ്യാപകമായി ബാധിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇത് 2026 സെമി ഫൈനലാണോ? കാരണം നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ്, അല്ലെങ്കിൽ കർട്ടൺ റൈസറാണ് എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ 2026 കേരളം കാത്തിരിക്കുന്ന ജനവിധിയുടെ ഒരു സെമി ഫൈനൽ അംഗമാണോ നമ്മൾ പാലക്കാട്ട് കാണാൻ പോകുന്നത്? നമുക്ക് നോക്കാം. നമ്മൾ വിശദമായി കിടക്കുന്നു പാലക്കാടൻ വോട്ട് കഥയിൽ.